ഹായ് ഹലോ. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഫർണിച്ചറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള കാരണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കാം. ഒരു കാര്യം എന്ന് പറയുന്നത് പുവർ പാക്കേജിംഗ് ആണ്. പ്രോപ്പറായിട്ടല്ല പാക്ക് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഫർണിച്ചറുകൾക്ക് കേടുപാട് സംഭവിക്കാം. പ്രോപ്പറായിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടില്ല, വൃത്തിയായിട്ടല്ല പാക്ക് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഫർണിച്ചറുകൾക്ക് കേടുപാട് സംഭവിക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് എറേഴ്സ് ആണ്. അതായത് ലോഡ് ചെയ്യുന്ന സമയത്തും അൺലോഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ, പാക്ക് ചെയ്യുന്നതും അൺപാക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ ശ്രദ്ധയില്ലാതെ കെയർലെസ് ആയിട്ടാണ് നമ്മൾ ഫർണിച്ചേഴ്സ് കൈകാര്യം ചെയ്യുന്നെങ്കിൽ അതിന് ബ്രേക്കേജ് സംഭവിക്കാം, ചിലപ്പോൾ സ്ക്രാച്ചസ് വീഴാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് റോഡിൻ്റെ കണ്ടീഷനാണ്. കുണ്ടും കുഴിയുള്ള റോഡാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഫർണിച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് വണ്ടി ഒന്ന് ബ്രേക്ക് ഇടേണ്ടി വന്നു കഴിഞ്ഞാലും സെയിം സിറ്റുവേഷനാണ് ഉണ്ടാവുക. അടുത്തത് മോയ്സ്ചർ എക്സ്പോഷർ എന്നുള്ളതാണ്. ഇപ്പോൾ മഴയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഫർണിച്ചേഴ്സൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വീണിട്ട്, അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പാക്കേജിംഗ് ഒന്നും അല്ല, കെയർലെസ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം വീണിട്ട് ഈ ഫർണിച്ചറുകളുടെ തടിയൊക്കെ കേടാവാൻ ചാൻസ് ഉണ്ട്, പൂപ്പൽ പിടിക്കും പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ദ്രവിച്ചിട്ട് ഫർണിച്ചറുകൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് വരുന്നത് കൊളീഷൻ എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് തന്നെ ചിലപ്പോൾ പ്രോപ്പറായിട്ടല്ല വണ്ടിയിൽ ഫർണിച്ചേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യാതെ, അതേപോലെ തന്നെ വണ്ടിയുടെ സൈഡിനുള്ളിൽ തന്നെ വണ്ടിയുടെ അരികുകളിലൊക്കെ ആയിട്ട് ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഫർണിച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൽ സ്ക്രാച്ചസ് വീഴാനും അല്ലെങ്കിൽ ഫർണിച്ചറുകൾക്ക് ബ്രേക്കേജ് സംഭവിക്കാനും ഒക്കെ കാരണമാവുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.